ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പിക് ഉണ്ട്, റാഷണലൈസേഷൻ. ഈ റാഷണലൈസേഷൻ എന്ന ടോപ്പിക് നിങ്ങൾക്ക് +1 +2 വരെ പഠിക്കാനുണ്ടാവും. +1 +2 അടക്കം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഈ റാഷണലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൃത്യമായിട്ട് അതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോൾ +1 +2 എത്തുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിരിക്കും. സോ 9th CBSE ഈ റാഷണലൈസേഷൻ എന്ന ടോപ്പിക് നമ്മുടെ നമ്പർ സിസ്റ്റംസ് എന്ന ചാപ്റ്ററിലാണ് ടോപ്പിക്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും ഓൾറെഡി. കുറെ റൂട്ട് വരുന്ന നമ്പറിനെ റാഷണലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞേക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്, എങ്ങനെ റാഷണലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾ 9th CBSE നിഞ്ച ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിഞ്ച ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 9th CBSE പഠിക്കുന്ന മലയാളം മനസ്സിലാവുന്ന മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൈലം ഒരുക്കി വെച്ചിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച CBSE എന്ന് പറയുന്നത്, നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. ഞങ്ങളൊക്കെ ഡെയിലി നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. എങ്ങനെയാണ്? നമ്മുടെ ആപ്പിൽ, സൈലം ലേണിംഗ് ആപ്പിൽ നിഞ്ച ബാച്ചിൽ ഡെയിലി ക്ലാസ്സസ് എടുത്തു തരും. ഡെയിലി 1 hour അല്ലെങ്കിൽ 1.5 hour മാക്സിമം ഉള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്, നല്ല ഫാക്കൽറ്റീസ് ആണ്, എന്നെ പോലെ വളരെ മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും അല്ലെ. SP നിങ്ങൾ കമന്റ് ചെയ്യും, എനിക്കറിയാം. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്, അതായത് നമുക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, ഇപ്പൊ റാഷണലൈസേഷൻ എടുക്കുക. സാർ, എനിക്കൊരു മണ്ണാങ്കട്ടയും മനസ്സിലായില്ല, നിങ്ങൾക്കത് കമന്റ് ചെയ്യാം, ഞാൻ ആ കമന്റ് കാണും. അതായത് ലൈവ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കമന്റ് ചെയ്യാം. നിങ്ങളെ കമന്റ്സിനും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ ആൻസർ തരുന്നതായിരിക്കും. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. അല്ല, ഈ സ്കൂളൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സായി പോയാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഒരു ക്ലാസ് പനിയായി, ലീവായി പോയി, എന്ത് ചെയ്യും? ആ ക്ലാസ് പോയി അല്ലെ. നോക്കി ഫ്രണ്ട്സിനോട് നോട്ട് വാങ്ങി അത് എഴുതിയെടുത്ത് അത് നോക്കി പഠിക്കാം, ശ്രമിക്കാം. അല്ലെങ്കിൽ ടീച്ചറോട് ടീച്ചറെ പോയി പിന്നെ കാണണം അല്ലെ. കുറെ ചോറയാണ്. പക്ഷേ നിഞ്ച ബാച്ചിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ്, ഇപ്പോൾ ഇന്നത്തെ 7 മണിയുടെ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ല. പിറ്റേന്ന് ആപ്പ് എടുത്ത് നോക്കിയാൽ ആപ്പിൽ ആ ക്ലാസ് കിടക്കുന്നുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സസ് ഒക്കെ ആപ്പിൽ കിടക്കുന്നുണ്ടാവും. ഒരു കൊല്ലം മൊത്തം ഉള്ള ക്ലാസ്സസ് മൊത്തം അവിടെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഏത് ക്ലാസ് വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും വീണ്ടും എടുത്ത് കാണാൻ പറ്റും. സ്കൂളുകളിലോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സെന്റേഴ്സിലോ ഒന്നും ആ ഒരു ഫ്ലക്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലെ. നമുക്ക് ഒരു ക്ലാസ് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലെ, വീണ്ടും ആ ക്ലാസ് നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ സൈലത്തിന്റെ നിഞ്ച ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ഏത് സമയം വേണമെങ്കിലും പോയി വീണ്ടും കാണാൻ പറ്റും. ഈ ഒരു കൊല്ലം മൊത്തം. പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ് ഉണ്ടാവും. അതേപോലെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാവും. പിന്നെ പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും. എല്ലാ എക്സാംസും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാവും. അതായത് ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ടീച്ചേഴ്സ് മറ്റൊരു ലാബിൽ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആൻസർ കീ, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫുൾ ആൻസേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ ഉണ്ടാവുക ഓരോ സ്ലൈഡ്സ്, അതായത് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിന്റെ സ്ലൈഡ്സ്, ഈ സ്ലൈഡ്സ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ സ്ലൈഡ്സ് വെച്ചിട്ടാണല്ലോ, അതായത് മേലെ നോട്ട് ഉണ്ടാവില്ല, ഞാനിവിടെ എഴുതുന്ന സാധനമല്ലേ. ഈ സാധനങ്ങളൊക്കെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നോട്ട് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് എഴുതിയെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. കാരണം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ തൊട്ട് സൈഡിലായിട്ട് ഉള്ള ഓപ്ഷൻസിൽ, നോട്ട്സിന്റെ ഓപ്ഷൻസിൽ എന്ത് വരും? നമ്മുടെ ക്ലാസ് വരും അല്ലെ, നമ്മുടെ നോട്ട്സ് വരും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 2,999 റുപ്പീസിനാണ്. 2,999 റുപ്പീസിനാണ് ഈ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു സബ്ജക്റ്റിനാണോ? അല്ല, എല്ലാ സബ്ജക്ട്സിനും. സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, എല്ലാ സബ്ജക്ട്സിനുമാണ് നിങ്ങൾക്ക് 2,999 ലഭിക്കുന്നത്. ഒരു മാസത്തേക്കാണോ? അല്ല, ഒരു വർഷത്തേക്ക് മുഴുവൻ. അതായത് 9th നിങ്ങൾക്ക് ആകെ എക്സ്പെൻസ് വരുന്നത് 2,999 ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ പോകുന്നുണ്ടാവും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം, റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്ര മാത്രം മനസ്സിലാക്കുക. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാഷണലൈസേഷൻ ചെയ്യുന്നത്. എന്തിനാ? റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ടു മേക്ക് ദ ഡിനോമിനേറ്റർ ഫ്രീ ഫ്രം സ്ക്വയർ റൂട്ട്സ്, വി മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ റേഷൻ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡിനോമിനേറ്ററിൽ, എസ്പെഷ്യലി ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻസ് എഴുതുമ്പോൾ ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും, മേലെയും താഴെ ഉണ്ടാവും. അതിൽ താഴെ വരുന്ന റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാഷണലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം. റാഷണലൈസ് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/√7 ആണ്. 1/√7. അപ്പോൾ ഡിനോമിനേറ്ററിൽ അടിയിലുള്ള ആ റൂട്ട് ഒഴിവാക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റുക?
അടിയിൽ എന്താണല്ലേ നോക്കുക, അടിയിൽ √7 ആണ്, ഒരൊറ്റ ഒന്നേ ഉള്ളൂ, √7 ആണ്. അതുകൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. √7/√7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഫ്രാക്ഷനെ √7/√7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ അടിയിലുള്ളത് എന്താണോ ഒരൊറ്റ നമ്പർ ആണെങ്കിൽ, ഒരൊറ്റ റൂട്ടുള്ള നമ്പർ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. √7/√7 വാല്യൂ 1 അല്ലേ, അപ്പൊ 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സോ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ന്യൂമറേറ്റർ 1 × √7 എത്രയാ? √7 ഹോൾ ഡിവൈഡഡ് ബൈ √7 × √7 എത്രയാ? 7. സോ √7 ഡിവൈഡഡ് ബൈ 7 ആൻസർ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1/√7 മൈനസ് √6. ശ്രദ്ധിക്കാം, ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ √7 മൈനസ് √6 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാം മേലെയും താഴെ. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല, ഇതേ സാധനം തന്നെ, പക്ഷെ നടുക്കുള്ള സൈൻ ഓപ്പോസിറ്റ് ആക്കില്ല. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. അതായത് ഇതേ സാധനം തന്നെ, √7 √6 തന്നെ. എന്നാൽ ഇവിടെ മൈനസ് അല്ലേ, അപ്പൊ എന്ത് എഴുതി കൊടുക്കുക? പ്ലസ് ഇട്ട് കൊടുക്കുക. താഴെ അതന്നെ √7 + 6. ഓക്കെ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ, അതായത് 1 × √7 + √6 അത് എത്രയാ? √7 + √6 തന്നെ. ഇനി ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? √7 മൈനസ് √6 ഇൻറ്റു √7 + √6. ഇത് എന്ത് ഫോർമാറ്റിലാടാ? ഇത് a - b ഇൻറ്റു a + b എന്ന ഫോർമാറ്റിലല്ലേ? √6 ആണേ. a - b ഇൻറ്റു a + b എന്ന ഫോർമാറ്റിലല്ലേ? നിങ്ങൾ നോക്ക്, എക്ക് പകരം √7, ബിക്ക് പകരം √6 അല്ലെ? a - b ഇൻറ്റു a + b ആ ഫോർമാറ്റിലല്ലേ? അതിന്റെ ആൻസർ എന്താ? a - b ഇൻറ്റു a + b എന്ന് പറഞ്ഞാൽ എന്താ? a² - b² ആണ്. ഫസ്റ്റ് വണ്ണിന്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് വണ്ണിന്റെ സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് വൺ √7 ആണ്, അതിന്റെ സ്ക്വയർ. √7ന്റെ സ്ക്വയർ എത്രയാ? 7 മൈനസ് ബിന്റെ സ്ക്വയർ, സെക്കൻഡ് വണ്ണിന്റെ സ്ക്വയർ. സെക്കൻഡ് വൺ എന്താ? √6. √6ന്റെ സ്ക്വയർ എന്താ? 6. സോ √7 പ്ലസ് √6 ഡിവൈഡഡ് ബൈ 7 - 6 എത്രയാ? 1. അപ്പൊ എത്രയാ ആൻസർ വരിക? √7 പ്ലസ് √6. √7 പ്ലസ് √6 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ അത് തന്നെ ന്യൂമറേറ്റർ തന്നെ. √7 പ്ലസ് √6 നമുക്ക് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കുക, 1 ഡിവൈഡഡ് ബൈ √5 പ്ലസ് √2. എന്ത് ചെയ്യണം? 1 ഡിവൈഡ് ബൈ √5 പ്ലസ് √2. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം. 1 ഡിവൈഡഡ് ബൈ √5 പ്ലസ് √2. ഓക്കെ, എന്താണ് ആൻസർ വരിക? നമ്മൾ ഇത്ര മാത്രം ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നടുക്കുള്ള സൈൻ മാറ്റുക. √5 പ്ലസ് √2 അല്ലേ? √5 മൈനസ് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക താഴെ മേലെ. ഓക്കെ, എന്ത് വരും? ന്യൂമറേറ്റർ 1 × √5 മൈനസ് √2 എന്ന് പറഞ്ഞാൽ √5 മൈനസ് √2 തന്നെ. ഹോൾ ഡിവൈഡ് ബൈ √5 പ്ലസ് √2 ഇൻറ്റു √5 മൈനസ് √2. a + b ഇൻറ്റു a - b, a² - b². √2 ആണ്. a² - b² അല്ലേ? അപ്പൊ എന്താ വരിക? a² എന്ന് പറഞ്ഞാൽ √5ന്റെ സ്ക്വയർ 5 മൈനസ് b² എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ 2. അപ്പൊ എന്ത് കിട്ടി ആൻസർ? 5 മൈനസ് √5 മൈനസ് √2 ഡിവൈഡഡ് ബൈ 3 എന്ന് ആൻസർ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും സിമ്പിൾ ആണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് കമന്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ √7 മൈനസ് 2 റാഷണലൈസ് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടാന്ന് കമന്റ് ബോക്സിൽ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.